നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളി, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി. ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളി, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി. ഇന്ന് നമ്മുടെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി തലസ്ഥാനം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലൂടെ അഭിനേതാവായി വന്ന് അതിൻ്റെ നിർമ്മാതാവുമായ ശ്രീ വിജയകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി. സ്നേഹപൂർവ്വം ആദരപൂർവ്വം ശ്രീ വിജയകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം വിജയകുമാർ. കാരണം ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? തൃശ്ശൂരാണ്, കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്. കണിമംഗലം. പുതിയ പടം പുള്ളി. പുള്ളി പടത്തിന്റെ പേര് പുള്ളി. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ചോദ്യങ്ങളും പറയണം. ഉണ്ട്. ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സമയം കളയണം. തീർച്ചയായിട്ടും കാര്യത്തിലോട്ട് കിടക്കാം. വിജയകുമാർ, ഈ ഷോ കാണാറുണ്ടല്ലേ? ഉണ്ട്. പറയാം, നേടാം. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ചോദ്യങ്ങൾ പോകുന്നത്. അപ്പം 3 സെഗ്മെൻ്റാണ്: കേറിപാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. ആകെ 10 ചോദ്യം. അപ്പം നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റ് കേറിപാടാ മക്കളെയാണ്. അപ്പം കേറിപാടാ മക്കളെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ സൂപ്പർ ഹിറ്റ് ചിത്രമായ മൈ ബോസ് എന്ന സിനിമയിൽ നിന്നാണ്. ഇതാ കാണാം. വെരി ഗുഡ്. ദിലീപ്, മമത, അങ്ങനെ എനിക്കൊന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ നിർമ്മിച്ച പടം. അദ്ദേഹത്തിന്റെ പടങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ. കേറിവാടാ മക്കളിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൈ ബോസ് എന്ന സിനിമയിൽ ദിലീപ് ജോലി ചെയ്യാനായി എത്തുന്ന സ്ഥലം ഏതാണ്? എ ചെന്നൈ, ബി കൊൽക്കത്ത, സി മുംബൈ. 20 സെക്കൻഡ്സ്. മുംബൈ ഉറപ്പിക്കാന്നത്. എടുത്തിട്ട് ഇവിടെ സാധാരണ എടുത്തിട്ട് പൂട്ടുകയാണ്. മറ്റേ ലോക്കറൊന്നുമില്ല. ഇവിടെ നമ്മൾ സാധാരണ നാടൻ പൂട്ടാണ്. ധൈര്യമായിട്ട് പൂട്ടാം അല്ലേ? സി മുംബൈ. അപ്പം ഞാൻ സി മുംബൈ എടുത്തിട്ട് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. നേരത്തെ പറഞ്ഞല്ലോ ഏതോ ഒരു ചിത്രം, അതാണ് പുള്ളി. അതാ ഡയറക്റ്റ് ചെയ്യുന്നത് ജിജു അശോകൻ എന്ന് പറഞ്ഞ് ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇല്ല ശ്രീമാനേട്ടാ, അത് ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്ഥിരം നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് പെട്ടെന്ന് അതെന്തുകൊണ്ട് അത് ഇപ്പം എല്ലാവർക്കും അറിയാം, ജോഷി സാറ്, ഷാജി കല സാറ്, അങ്ങനെയുടെ ഒരു ജോണറിലുള്ള പടങ്ങളിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം അവർക്കൊരു ഇത് വന്നപ്പോൾ, എന്നാൽ ചെറിയ പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങോട്ട് ബ്ലാസ്റ്റ് ആവാത്തതുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. പുത്തൻ പണം, അതിന് മുമ്പായിട്ട് തന്നെ വേറെ പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുംബാരീസ്. പിന്നെ ഈ കോവിഡ് വന്നപ്പോൾ മൊത്തം ലോക്കായി. അപ്പൊ ഇപ്പൊ ശരിക്കും ആക്ച്വലി വേർ യു ആർ ലൊക്കേറ്റഡ്? എവിടെയാണ് സ്ഥിരം? ട്രിവാൻഡ്രം. ഞാൻ പഠിച്ചതും എല്ലാം എൻ്റെ തട്ടകം എന്ന് പറയുന്നത് MG കോളേജിലാണല്ലോ സ്കൂള്. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 92 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് MG ശ്രീകുമാറേട്ടനൊക്കെ. അപ്പം നമ്മൾ അവിടെ കൂടെ ഇങ്ങനെ ബൈജു ആയിരുന്നു നമ്മുടെ താരം അന്ന്. MG കോളേജിൽ ബൈജുവിൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചേട്ടൻ്റെ വീട് ഇങ്ങനെ നോക്കിയിട്ട്, അത് ശ്രീകുമാറിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ ഈ ചിത്രം അതൊക്കെ ഇറങ്ങി ഇങ്ങനെ തൈക്കാടുള്ള വീട്, കുടുംബ വീട്. അപ്പം എല്ലാവരും ഇങ്ങനെ ദൂരം ഇങ്ങനെ പറയും അത് ശ്രീകുമാറിൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ ചില പാസിങ്ങുകളുണ്ടല്ലോ കാറിൽ ഇങ്ങനെ വഴുതക്കാട് പോയി, അതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഫാമിലിയൊക്കെ എല്ലാവരും ഇവിടെ തന്നെയാണ്. എല്ലാവരും തിരുവനന്തപുരമാണ്.
വൈഫും കുട്ടികള് 2 കുട്ടികൾ. 2 കുട്ടികൾ എന്തിനു പഠിക്കുന്നു? മൂത്ത ആള് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, മീഡിയ കമ്മ്യൂണിക്കേഷന്റെ. ഇളയാള് 10th സ്റ്റാൻഡേർഡില്. അങ്ങനെ വലിയ കുട്ടികളാണ്. വലിയ കുട്ടികളാണ്, കണ്ടാ പറയല്ലോ. വലിയ കുട്ടികളാണ്. കണ്ടാൽ ഇപ്പോഴും വളരെ വലിയ കുട്ടികളുടെ യങ്ങായിട്ട്. അതിന്റെ രഹസ്യം എന്താണ്? ദൈവത്തിന്റെ. അത് ഇടയ്ക്ക് മധുസാർ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ എങ്ങനെ എപ്പോഴും? ഞാൻ പറയും സാറേ ഒന്ന് ജീവിച്ചു പോട്ടെ. അപ്പൊ ഇത് ഇപ്പം ഒരു അപകടമാണ് കേട്ടാ. ഇപ്പം എങ്ങായിരുന്നാലും പറ്റത്തില്ല. നമ്മൾ താടിയൊക്കെ വളർത്തി മാക്സിമം വികൃതമായി വന്നാലേ നമുക്ക് സിനിമകളിൽ ആ ഒരു പ്ലാറ്റ്ഫോം മാറി. സുന്ദരമുഖത്തിന്റെ ഒരു കോൺസെപ്റ്റൊക്കെ മാറി മലയാള സിനിമയിൽ. ഇപ്പം നമ്മൾ ഒരു ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതായിട്ട് വന്നാലേ നടക്കത്തുള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഓപ്ഷൻ സി മുംബൈയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതും ഇപ്പം അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, കേൾക്കാം. ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ സിബി, ബി അലി, സി രവി. ഇപ്പോ കലാഭവൻ ഷാജോണിന്റെ ലൊക്കേഷനിൽ എന്റെ കൂടെ ഉണ്ട്. അവിടെ നിന്നാണ് വരുന്നത്. അലി. സിബി അല്ല. സിബി മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിബി സാറിന്റെ സാഗരം സാക്ഷി എന്ന് പറഞ്ഞൊരു പടത്തിലുണ്ട്. അപ്പൊ സിബി അല്ല, അലിയാണ്. അലിവോട് അലി. ബി അലിയെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഇത്രയും നാള് ഈ സിനിമ വന്നതിൽ എന്താണ് ഒരു പാഠം പഠിച്ചത്? ഒരു എനിക്ക് തോന്നുന്നു 26-27 വർഷം. എനിക്കറിയാം, 27 വർഷമായി. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ നിർമ്മിച്ചു. ആദ്യത്തെ സിനിമ ഒന്നല്ല, 2 എണ്ണം. അതിനുശേഷം കുലപതി എന്ന് പറഞ്ഞ സിനിമ. കുലപതി, കറക്റ്റ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. സുദിനം ഞങ്ങൾ വിതരണം ചെയ്ത പടമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പൊ ആദ്യം ഈ പടം എടുത്ത് അഭിനയിക്കാൻ നേരത്ത് സ്വന്തമായിട്ട് നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് ഞാൻ ഷാജി കല സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ അറിയാം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അന്ന് സന്തോഷ് ശിവൻ സാർ ക്യാമറ, പിന്നെ രഞ്ജി പണിക്കർ സാർ സ്ക്രിപ്റ്റ്, ഷാജി സാർ ഡയറക്ഷൻ. അങ്ങനെ ഡയറക്ഷൻ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അഭിനയമായിരുന്നു അന്ന് മോഹം. ഇതിലെ നായകൻ തന്നെ ദിലീപ് തന്നെ കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എന്തിനു കേറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി ഒരു എൻട്രി. അപ്പൊ അന്ന് എന്റെ സെക്ഷൻ എന്ന് വെച്ചാൽ ഈ നാഗ്ര അന്നില്ല. നാഗ്രയ്ക്ക് വരെ ഒരു ടേപ്പ് എടുത്ത് തരും. അപ്പൊ ഇതും കൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട്. അപ്പൊ എന്റെ ഒരു അന്നത്തെ ആദ്യത്തെ ഒരു പടമാണല്ലോ സുമരട്ടോ. അപ്പം വളരെ സിൻസിയാരിറ്റി കണ്ടിട്ട് അപ്പൊ സന്തോഷ് ഏട്ടൻ അന്ന് എന്നെ വിളിച്ചിട്ട്, അപ്പൊ സന്തോഷ് ഏട്ടൻ അന്ന് മറ്റേ രാഖ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞത് അമീർ ഖാന്റെ, എന്നോട് പറഞ്ഞു നീ ആ ക്യാമറയിലൂടെ നോക്ക്, നീ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വാക്കിപ്പോഴും എൻ്റെ ഒരു മനസ്സിലുണ്ട്. അന്ന് സാഗ ഫിലിംസ് ആയിരുന്നു അതിൻ്റെ ഒരു അപ്പച്ചൻ സാർ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന ഒരു നിമിത്തം പോലെയാണ് അത് സംഭവിച്ചത്. ഇങ്ങനെ എന്താ ചെയ്യണം തോന്നുന്നു. അല്ല, ഈ സാധാരണഗതിയിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണ്ടേ? പൈസ വേണം. അപ്പൊ എങ്ങനെയാണ് വീഡിയോ എല്ലാം വിറ്റോ? ഇല്ല, അത് അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ അന്ന് ദുബായിലും ഒക്കെ ആയിരുന്നു. അപ്പം ആദ്യത്തെ പടം, അതായത് തലസ്ഥാനം എന്ന സിനിമ, സാമ്പത്തികമായിട്ട് വിജയമായിരുന്നു അതോ? സാമ്പത്തികമായിട്ട് നല്ല വിജയം നേടിയ സിനിമയായിരുന്നു. പക്ഷെ ഉള്ളത് പറയട്ടെ, ഞങ്ങൾക്ക് അത് വലിയ ഇതായില്ല. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്ക് അന്നില്ല. അന്ന് ആർദ്ര ഫിലിംസ് ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത്. അപ്പം അവര്, ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, അപ്പൊ അന്ന് അങ്കിൾ ബൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ലാൽ സാർ ഇതായിട്ട്. അപ്പൊ അത് ഭദ്രൻ സാറിന്റെ. അപ്പൊ അത് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് അവരുടെ കുറച്ച് ഇഷ്യൂ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇത് കൊണ്ടിറക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴ് പൊട്ടും പൊടിയായിട്ടൊക്കെ കുറച്ച് സംഭവങ്ങൾ. കൈനഷ്ടം ഉണ്ടായിരുന്നു അതോ? കൈനഷ്ടം വന്നു എന്ന് തന്നെ പറയാം ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഭയങ്കര ലോട്ടറി അടിച്ചതുപോലെ അന്നത്തെ അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കളക്ഷൻ നേടിയ ചിത്രമാണ്. ഓക്കെ, അപ്പം ബി അലിയാണ് നമ്മൾ പൂട്ടിയിട്ടിരിക്കുന്നത്. അലിയെ തുറന്നുവിടാം. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. Again you won 2000. Now 4000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതിപ്പോ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്